എല്ലാവർക്കും യു കെ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റോഴ്സ് സ്റ്റോക്ക് ലെവൽസ് ആണ്. ബി കോമിനകത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇതിനകത്തുള്ള 3 ലെവലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതില്ല. ആ 3 ലെവലാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് റീഓർഡർ ലെവൽ, മിനിമം ലെവൽ, മാക്സിമം ലെവൽ എന്താണ്, അതോടൊപ്പം ഒരു പ്രോബ്ലം കൂടി നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്യും. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതായത് ഇൻവെൻ്ററി എന്നുള്ളത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. കൂടിയാൽ അത് ഓവർ ഇൻവെൻ്ററിയിലേക്ക് എത്തിച്ചേരുകയും ഇനി ഇൻവെൻ്ററി എന്നുള്ളത് കുറവാണെങ്കിൽ റെഗുലർ സ്റ്റോക്ക് ഔട്ട് വരാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്റ്റോക്ക് ലെവൽ കൃത്യമായിട്ടുള്ളൊരു രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സ്റ്റോക്ക് ലെവൽ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെൻ്ററി എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നതാണ് റീ ഓർഡർ ലെവൽ എന്നുള്ള. റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ ഓർഡറിങ് ലെവൽ, ഏത് ലെവലിലാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ള ലെവലാണ് റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ. മിനിമം ലെവൽ, അതായത് മിനിമം ഇത്ര ഇൻവെൻ്ററി ഉണ്ടായിരിക്കണം, അതിൽ താഴാൻ വേണ്ടിയിട്ട് പാടില്ല. അതാണ് മിനിമം ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത്. മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ മാക്സിമം ഇൻവെൻ്ററി, ഒരു മാക്സിമം ലിമിറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഇൻവെൻ്ററിയുടെ മാക്സിമം എത്രയാവാം, അതിൻ്റെ കൂടാൻ പാടില്ല. അതാണ് മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇക്വേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ. കൃത്യമായിട്ട് പഠിക്കണം. കാരണം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ ക്വസ്റ്റിനകത്ത് കൃത്യമായിട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഒരു എക്സാമിന് ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണത്. അപ്പോൾ റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡാണ്. മാക്സിമം കൺസംഷൻ ക്വസ്റ്റിനകത്ത് ഉണ്ടാവും. മാക്സിമം റീ ഓർഡർ പീരീഡ്, ആ റീ ഓർഡർ ചെയ്യുന്ന ഒരു കാലയളവാണ് റീ ഓർഡർ പീരീഡ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം റീ ഓർഡർ പീരീഡ് എന്നുള്ളത് അതാണ് റീ ഓർഡർ ലെവൽ എന്നുള്ളത്. ഓക്കെ, ഇനി മിനിമം ലെവൽ എന്നല്ല. മിനിമം ലെവൽ എന്ന് പറഞ്ഞാൽ ഈ റീ ഓർഡർ ലെവലിൽ നിന്ന് ഇത് കുറക്കുന്നു. റീ ഓർഡർ ലെവലിൽ നിന്ന് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് റീ ഓർഡർ ലെവലിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണെന്ത് മിനിമം ലെവൽ എന്ന് പറഞ്ഞാൽ. മിനിമം ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻവെൻ്ററി മിനിമം ആ ഒരു ലെവലിൽ ഉണ്ടായിരിക്കണം. എല്ലാ സമയത്തും മിനിമം ആ ഒരു ലെവലിൽ ഇൻവെൻ്ററി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് എന്ത് മിനിമം ലെവൽ എന്നുള്ളത്. അപ്പോൾ അതിൽ ഈ നോർമൽ റീ ഓർഡർ പീരീഡ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളതാണ്. മിനിമം പ്ലസ് മാക്സിമം ഡിവൈഡ് ബൈ 2 ആണ്. മിനിമം റീ ഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീ ഓർഡർ പീരീഡ് ഡിവൈഡ് ബൈ 2 ആണെന്ത് നോർമൽ റീ ഓർഡർ പീരീഡ് എന്നുള്ളത്. അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. എല്ലാം ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാവും. നമുക്കത് ഈ ലെവലുകൾ കണ്ടുപിടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇനി മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റീ ഓർഡർ ലെവലിൻ്റെയാണ് ഇവിടെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് മിക്കവാറും ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള ഇതായിരിക്കും. റീ ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്. ഇതെല്ലാം ക്വസ്റ്റ്യനകത്തുള്ളതാണ്. നമ്മളതൊക്കെ ചെയ്യുന്ന ആ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള 3 സ്റ്റോക്ക് ലെവൽസ് എന്നുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലം കൂടി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓർഡറിങ് ലെവലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലമാണ് എഴുതിയിട്ടുള്ളത്. ഓർഡറിങ് ലെവലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണിത്. ഇതാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. കാരണം ഇത് ഉറപ്പായിട്ടും എക്സാമിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. നോർമൽ യൂസേജ് 50 യൂണിറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. റീ ഓർഡർ ലെവൽ, മാക്സിമം ലെവൽ, മിനിമം ലെവൽ, അതിൻ്റെ ഇക്വേഷൻ ആദ്യം കൃത്യമായിട്ട് പഠിക്കുക. 3 ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് ഈ പ്രോബ്ലം വായിച്ച് നോക്കുക. നോർമൽ യൂസേജ് 50 യൂണിറ്റ്സ് ആണ് എൻ്റെയും ബിൻ്റെയും. മിനിമം യൂസേജ് 25 ആണ് എൻ്റെയും ബിൻ്റെയും. ഇവിടെ 2 ഉണ്ട്, എയും ബിയും ഉണ്ട്. എൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ബീൻ്റെ കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി മാക്സിമം യൂസേജ് ഉള്ളത്
75 ആണ് മാക്സിമം യൂസേജ് ഉള്ളത്. അത് എൻ്റെയും ബിൻ്റെയും 75 തന്നെയാണ്. റീ ഓർഡർ ക്വാണ്ടിറ്റി എൻ്റെ 300 ബിൻ്റെ 500. റീ ഓർഡർ പീരീഡ് എൻ്റെ 4 മുതൽ 6 വരെയാണ്. എൻ്റെ 4 മുതൽ 6 വരെയാണ് റീ ഓർഡർ പീരീഡ് എന്നുള്ള. ബീൻ്റെത് 2 മുതൽ 4 വീക്കാണ് ബീൻ്റെ എന്നുള്ളത്. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് റീ ഓർഡർ ലെവൽ, RL നമ്മളിവിടെ ഷോർട്ടാക്കി റേറ്റിലാണ്. റീ ഓർഡർ ലെവൽ, മിനിമം ലെവൽ, മാക്സിമം ലെവൽ, ഇത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ആദ്യം നമ്മുടെ കിട്ടിയിട്ടുള്ള അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കാം. റീ ഓർഡർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡാണ്. ഓക്കെ, മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡാണ് റീ ഓർഡർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി മിനിമം ലെവൽ ഈക്വൽ ടു റീ ഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരീഡ്. ഓക്കെ, ഇതിൽ നോർമൽ റീ ഓർഡർ പീരീഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം പ്ലസ് മിനിമം ഡിവൈഡ് ബൈ 2 അല്ലെങ്കിൽ മിനിമം പ്ലസ് മാക്സിമം ഡിവൈഡ് ബൈ 2 ആണെന്ത് നോർമൽ റീ ഓർഡർ പീരീഡ് എന്നാണ്. ഇനി മാക്സിമം ലെവൽ ഈക്വൽ ടു റീ ഓർഡർ ലെവൽ മൈനസ് റീ ഓർഡർ ക്വാണ്ടിറ്റി, റീ ഓർഡർ ലെവൽ മൈനസ് റീ ഓർഡർ ലെവൽ പ്ലസ് ആണ് കേട്ടോ. റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനകത്ത് എല്ലാം വളരെ കൃത്യമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഇത്രയും 3 ഇക്വേഷൻ അറിയെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. ഈ ഇക്വേഷൻ ആദ്യം പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക ഇക്വേഷൻ. അപ്പോൾ അതിൽ ഇപ്പോൾ എൻ്റെയും ബിൻ്റെയും ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്ക് ആദ്യം എൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. റീ ഓർഡർ ലെവൽ എൻ്റെയാണ് ചെയ്യുന്നത്. എൻ്റെ ചെയ്യുമ്പോൾ റീ ഓർഡർ ലെവൽ കാൽക്കുലേറ്റ് ഇക്വേഷനാണ് മാക്സിമം കൺസംഷൻ. എൻ്റെ മാക്സിമം കൺസംഷൻ എത്രയാണ്? 75. എൻ്റെ മാക്സിമം റീ ഓർഡർ പീരീഡ് എത്രയാണ്? റീ ഓർഡർ പീരീഡ് എൻ്റെ മാക്സിമം എത്രയാണ്? 6. അങ്ങനെയാണ് നമുക്കത് കിട്ടില്ല. 450 എന്നുള്ള കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? ഇനി രണ്ടാമത്തെ മിനിമം ലെവൽ എൻ്റെ എത്രയാണ്? മിനിമം ലെവൽ എൻ്റെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തത്. മിനിമം ലെവൽ എൻ്റെ കാൽക്കുലേറ്റ് ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. റീ ഓർഡർ ലെവലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. 450 എന്നുള്ള റീ ഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ എത്രയാണ്? 50 യൂണിറ്റ്സ് ആണ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരീഡ് ഇവിടെ തന്നിട്ടില്ല, ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. നോർമൽ റീ ഓർഡർ പീരീഡ് കാൽക്കുലേറ്റ് ഇക്വേഷൻ എന്താണ്? മിനിമം പ്ലസ് മാക്സിമം, അല്ലെങ്കിൽ മാക്സിമം പ്ലസ് മിനിമം ഡിവൈഡ് ബൈ 2 ആണത് നോർമൽ റീ ഓർഡർ പീരീഡ് എന്നുള്ളത്. മാക്സിമം പ്ലസ് മിനിമം ഡിവൈഡ് ബൈ 2 ആണത് നോർമൽ റീ ഓർഡർ പീരീഡ് എന്നുള്ളത്. അതായത് 4 + 6 മിനിമം എത്രയാണ്? 4 ഇതാണ് മിനിമം 4, മാക്സിമം എത്രയാണുള്ളത്? 6 ഡിവൈഡ് ബൈ 2, അതായത് 5 എന്ന് പറഞ്ഞാൽ നോർമൽ റീ ഓർഡർ പീരീഡ് എന്നുള്ളത്. ഈ 5 ഇവിടെ വന്നിട്ടുള്ളത്. 5. ഓക്കെ, 5 അത് നമ്മൾ ചെയ്താൽ കിട്ടുന്നതാണ് 200 യൂണിറ്റ് എന്നുള്ള. ഇതാണെന്ത്? മിനിമം ലെവൽ എന്നുള്ളത്. ഇതിൻ്റെയാണ് എൻ്റെ മിനിമം ലെവലാണ്. ബീൻ്റെ എല്ലാം ചെയ്യുന്നത് നമ്മൾ എൻ്റെയാണ് ചെയ്യുന്നത്. ഇനി മാക്സിമം ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്. നോക്കുക, ശ്രദ്ധിക്കുക. റീ ഓർഡർ ലെവൽ എൻ്റെ എത്രയാണ്? 450 റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി എവിടെയുണ്ട്? ക്വസ്റ്റ്യനകത്തുണ്ട് 300 യൂണിറ്റ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് എന്താണ്? മിനിമം കൺസംഷൻ എൻ്റെ എത്രയാണ്? മിനിമം കൺസംഷൻ 25 മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്. എൻ്റെ മിനിമം റീ ഓർഡർ പീരീഡ് എത്രയാണ്? 4. ഇത് മിനിമമാണ്, ഇത് മാക്സിമമാണ്. ഇത് റീ ഓർഡർ പീരീഡാണ്, ഇത് മിനിമം മാക്സിമമാണ്. ബീൻ്റെ മിനിമം 2, മാക്സിമം 4. അപ്പം എൻ്റെ മിനിമം റീ ഓർഡർ പീരീഡ് എത്രയാണ്? 4 എൻ്റെ മിനിമം റീ ഓർഡർ പീരീഡ് എന്നുള്ളത്. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസറാണ് 650 എന്നുള്ളത്. അതാണ് മാക്സിമം ലെവൽ ഇതിൻ്റെത് എൻ്റെ എന്നുള്ളത്. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം നമുക്ക് വേണ്ടത് ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. റീ ഓർഡർ ലെവൽ എന്താണ്? മിനിമം ലെവൽ ഇക്വേഷൻ, പിന്നെ മാക്സിമം ലെവൽ ഇക്വേഷൻ. അതിൽ നോർമൽ റീ ഓർഡർ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക?
ഈ മിനിമം പ്ലസ് മാക്സിമം ഡിവൈഡ് ബൈ 2 ആയാൽ നമുക്ക് എന്ത് കിട്ടി? നോർമൽ റീ ഓർഡർ പീരീഡ് കിട്ടി. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ആ ഇക്വേഷനകത്ത് അഡോപ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇതിവിടെ എയിൻ്റെ കിട്ടി. ഓക്കെ, എയിൻ്റെ റീ ഓർഡർ ലെവലും മിനിമം ലെവലും മാക്സിമം ലെവലും കിട്ടി. എയിൻ്റെ നമുക്ക് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബീൻ്റെ അതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. എയിൽ ചെയ്ത് അതേപോലെ തന്നെ ഇത് ചെയ്യേണ്ടത് ബീൻ്റെ കൂടി ചെയ്യേണ്ടത്. ബീന് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. എയിൻ്റെ ആണ് ചെയ്തിട്ടുള്ളത്, ബീന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ബീൻ്റെ നോർമൽ റീ ഓർഡർ പീരീഡ് എത്രയായിരിക്കും? ബീൻ്റെ 2 അല്ലേ മിനിമം ഉള്ളത്? മിനിമം റീ ഓർഡർ പീരീഡിൽ മാക്സിമം എത്ര ഉള്ളത്? 4 അല്ലേ മാക്സിമം ഉള്ളത്? ഡിവൈഡ് ബൈ 2, അതായത് 3 ആണ് എന്ന് പറഞ്ഞാൽ നോർമൽ റീ ഓർഡർ പീരീഡ് ആരുടെ? ബീൻ്റെ എന്നുള്ളത്. ബാക്കിയെല്ലാം ക്വസ്റ്റ്യനകത്തുണ്ട്. നമുക്ക് ബാക്കി ഈ 3 ലെവലും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് താഴെ ചോദിക്കുക. കൊമേഴ്സ് ക്ലാസ്സുകൾ ഡെയിലി ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു.